السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم لك الحمد على نعمك العظيمة وآلائك الجسيمة. اللهم لك الحمد حتى ترضى، ولك الحمد بعد الرضا، ولك الحمد إذا رضيت. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. صلى الله على سيدنا ونبينا وحبيبنا ومصطفانا ومجتبانا وقرة أعيننا وثمرة فؤادنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله. صدق الله العلي العظيم. الله قد أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف ضور ثم حادثتي في كل نائبتي إلا من الله. तौहीद की अमानत सीनों में है हमारे, आसान नहीं मिटाना नामो निशान हमारा. വേദിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാദാത്യങ്ങളുണ്ട്. സയ്യിദ് KPS പൂക്കോയ തങ്ങൾ അവറുകൾ, എൻ്റെ ആത്മമിത്രം, പൂക്കോയ തങ്ങളുടെ സഹോദരൻ കൂടിയായ സയ്യിദ് ഉമർ അലി തങ്ങൾ ഹുദവി, ബഹുമാന്യരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് ബാപ്പു തങ്ങളുടെയും അവരുടെ മക്കളുടെയും ഒക്കെ മുഹിബ്ബീങ്ങളും അടുപ്പക്കാരും നാട്ടുകാരുമൊക്കെയായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ബാബു തങ്ങളുടെ പേരക്കുട്ടികൾ, അവരുടെ ബന്ധുക്കൾ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ തൊട്ടടുക്കൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാന്റെ പരലോകത്തെ പദവികളെ ഉയർത്തിക്കൊടുക്കട്ടെ. അവരുടെ കുടുംബങ്ങളിലൂടെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണലുകൾ നമുക്ക് ധാരാളം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ മാർഗങ്ങൾ അവരിലൂടെ അറിയാനും കേൾക്കാനുമൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുകയും അവർക്ക് അതിനാവശ്യമായ ഹിദായത്തുകൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. രോഗങ്ങളെ, കടങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ. ഈമാനോടെ തഖ്വയോടെ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഈ ലോകത്ത് ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ നന്മകൾക്കും ഇഹപര വിജയത്തിനും ആവശ്യമായ മാർഗമായി സമ്മാനിച്ച അവിടുത്തെ പേരക്കിടാങ്ങളുടെ ഈ സന്നിധാനത്തിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ നല്ല വശ്യസുന്ദരമായ ഗാനങ്ങളായി കേട്ടിരിക്കുന്നവരാണ് നിങ്ങളൊക്കെ. ഇനി കൂടുതൽ സമയം വലിയ ഒരു പ്രസംഗത്തിന് എത്രത്തോളം ക്ഷമ കേൾക്കുന്നതിന് നിങ്ങൾക്കുണ്ടാകും എന്നെനിക്കറിയില്ല. കുറഞ്ഞ സമയം നമ്മുടെയൊക്കെ നേർമാർഗത്തിന് അവലംബമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ സന്ദർഭത്തെ വിനിയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ലോകത്തിനാകമാനം, മനുഷ്യർക്കാകമാനം നല്ല വഴി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണല്ലോ ഘട്ടം ഘട്ടമായിട്ട് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇതര ഗ്രന്ഥങ്ങൾക്കില്ലാത്തത് ഖുർആനിലൂടെ പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാണ്. ഈ ഖുർആനിനെ നാം ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നാം തന്നെ അത് സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ലോകാവസാനം വരെ വ്യത്യാസങ്ങളില്ലാതെ നിലനിൽക്കാൻ ആവശ്യമായ വഴികൾ അല്ലാഹു ഒരുക്കി വെക്കും. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ആ ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ വഴിയിൽ നമ്മെ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു മഹാസൗഭാഗ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണോ എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുർആനിനെ സമൂഹത്തിൽ നിലനിർത്താൻ ആവശ്യമായ എല്ലാ പ്രയത്നങ്ങളും നടത്തി എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത് കഴിഞ്ഞ് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടതനുസരിച്ച് ആ ഖുർആനിനെ പ്രധാനമായും പാരായണം ചെയ്ത് പഠിച്ച് നിരന്തരമായി ആ ഖുർആൻ ഓതി അതിൻ്റെ സജീവത നിലനിർത്തുകയുണ്ടായി. അവരിൽപ്പെട്ട ചില ആളുകളെ അല്ലാഹു ഇതിന്റെ സംരക്ഷണത്തിന് വിശിഷ്ടമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. റസൂലിന്റെ വഫാത്തിന് ശേഷം മുസൈലിമത്തുൽ കസാബ് എന്ന കള്ളപ്രവാചകനെതിരെ ശക്തമായ പോരാട്ടം നടന്നു. ഏത് യുദ്ധമാണെങ്കിലും ഒരു വിഭാഗം വിജയിച്ചാലും ആ വിജയിച്ചവർക്കും കുറെ നഷ്ടമുണ്ടാകുമല്ലോ. യമാമയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഞാൻ നബിയാണ് എന്ന് അവകാശപ്പെട്ട മുസൈലിമത്തുൽ കസാബ് വധിക്കപ്പെട്ടു. മുസ്ലിങ്ങൾ വിജയിച്ചു. പക്ഷേ വലിയ ഒരു നഷ്ടം ഈ സമൂഹത്തിനുണ്ടായത്, സ്വഹാബികൾക്കുണ്ടായത്, ഖുർആൻ മനഃപ്പാഠമാക്കിയ നൂറുകണക്കിന് ആളുകൾ ആ പോരാട്ടത്തിൽ രക്തസാക്ഷികളായി പോയി എന്നുള്ളതാണ്. ഷഹീദാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതും ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാൾ രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പ്രാധാന്യമുള്ള, ആ രക്തസാക്ഷികളായ ആളുകൾക്ക് വലിയ പ്രതിഫലമുള്ള സംഗതിയാണ്. പക്ഷേ അതിൻ്റെ നഷ്ടം വരുന്നത് ഈ സമൂഹത്തിനാണ്.
ഭരണാധികാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിച്ചു. സ്വഹാബികളോട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം ചർച്ച ചെയ്തു. നമ്മുടെ ഇടയിൽ ഖുർആൻ കാണാതെ പഠിച്ച ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ ഇതെങ്ങനെയാണ് അടുത്ത തലമുറക്ക് നമ്മൾ കൈമാറുക? ഇതെങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുക? അള്ളാഹ് ഏറ്റെടുത്ത ഒരു സംഗതിയാണല്ലോ, നമ്മൾ അതിനെ സംരക്ഷിക്കൂ എന്നുള്ള കാര്യം. ആ സംരക്ഷണം എങ്ങനെയാണ് നിർവഹിക്കപ്പെടുക എന്നുള്ള കാര്യമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആലോചന. സ്വാഭാവികമായും ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളതിന് കണ്ട മാർഗം? നമുക്ക് ഈ ഖുർആനിനെ അങ്ങ് ക്രോഡീകരിക്കാം, ജംഅ് ചെയ്യാം. രണ്ട് ചട്ടകൾക്കിടയിലായി ആരുടെയൊക്കെ അടുക്കൽ ഇതിന്റെ സൂറകളും ഇതിന്റെ സംവിധാനങ്ങളും ഉണ്ടോ അതിൽ നിന്നൊക്കെ ശേഖരിച്ച് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്കൊരു മുസ്ഹഫായി നമുക്കത് ക്രമപ്പെടുത്താം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നമുക്ക് പാടില്ല. അങ്ങനെ ക്രമപ്പെടുത്തണമെങ്കിൽ, ഒരുമിച്ച് കൂട്ടണമെങ്കിൽ അത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നിർവഹിക്കുമല്ലോ. സ്വഹാബികളുമായി വീണ്ടും ഈ കാര്യം ചർച്ച ചെയ്ത് ഒടുവിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യമുണ്ട്, വല്ലാഹു ശറഹ സദ്രി ലിമാ ശറഹ സദ്റു അബീ ബക്കർ. ഏതൊരു ഉത്കൃഷ്ടമായ കാര്യത്തിനായിരുന്നോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കിയത്, ആ ഒരു നന്മയിലേക്ക് അല്ലാഹു എന്റെ മനസ്സിനെയും എത്തിച്ചേകി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനാരാണ് നേതൃത്വം നൽകേണ്ടത്? ഖുർആൻ ഇങ്ങനെ പലരുടെയും മനസ്സിലാണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ അതിന്റെ ക്രമം സഹാബികൾക്കിടയിലില്ല എന്നതിനർത്ഥമില്ല. അത് അല്ലാഹു തന്നെ നിർവഹിച്ച ഒരു സംഗതിയാണ്. ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു. ആ ഖുർആൻ ഒരുമിച്ച് കൂട്ടി ക്രമപ്പെടുത്തി തരലും, ആ ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അതിന്റെ രൂപത്തിൽ അത് ഓതിത്തരലും അത് നമ്മൾ ഏറ്റെടുത്ത ചുമതലയാണ്. അത് നിങ്ങൾക്ക് നാം പാരായണം ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ പാരായണം ചെയ്യുന്ന രൂപഭാവങ്ങളിൽ നബിയേ അങ്ങ് പിൻപറ്റിയിട്ടത് ഓതിക്കൊണ്ടിരിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നുണ്ട്. അത് ഒരുമിച്ച് കൂട്ടാനും അതിന് നേതൃത്വം വഹിക്കാനും താരതമ്യേന അവർക്കിടയിൽ ചെറുപ്പക്കാരനായിരുന്ന സയ്യിദുനാ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന നിവാസിയായിരുന്ന അൻസ്വാരിയായിരുന്ന ഹബീബായ റസൂലിന്റെ കൂടെ നിരവധി കാലം വഹയി എഴുതാൻ വേണ്ടി കഴിഞ്ഞുകൂടിയിരുന്ന ആ ചെറുപ്പക്കാരനെയാണ് സ്വഹാബികൾ ഇതിന്റെ നേതൃത്വത്തിൽ നിശ്ചയിച്ചത്. ഞാനത് സൂചിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ? സ്വഹാബത്തുൽ കിറാം പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷകരായി അത് ഹൃദയത്തോട് ചേർത്തു. വരാനിരിക്കുന്ന തലമുറക്ക് ആവശ്യമായ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ വിശുദ്ധമായ ഈ കലാമിനെ ക്രോഡീകരിക്കുവാനും അത് ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തുവാനും മഹാന്മാരായ സ്വഹാബികൾ തയ്യാറായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സയ്യിദുനാ സയ്യിദ് ബിൻ സാബിത്ത് ഉൾപ്പെടെയുള്ള സ്വഹാബികളും അതിന് മാർഗം കാണിച്ചു കൊടുത്തു. ലോകത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ ഇസ്ലാം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുമ്പോ ഇന്ന് ലോകത്തുള്ള 30ഓളം വരുന്ന രാജ്യങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ സംവിധാനത്തിന് കീഴിലാണ്. സ്വഹാബികൾ കുറഞ്ഞ രൂപത്തിൽ മാത്രമേ ആ നാടുകളിലൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളൂ. ജനങ്ങൾക്കിടയിൽ ഈ ഖുർആനിന്റെ കാര്യത്തിൽ ഒരഭിപ്രായ ഭിന്നതയും ഉണ്ടാകരുത് എന്ന് കണക്കാക്കി ഭരണാധികാരിയായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ 7 കോപ്പികൾ എടുത്ത് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുത്തയക്കുകയും അതനുസരിച്ച് ഖുർആൻ പഠിക്കാനും ഖുർആൻ പ്രചരിപ്പിക്കാനും ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. സ്വഹാബികൾക്ക് ശേഷം വന്ന താബിഈകളിലൂടെ, പിൽക്കാലത്ത് വന്ന നല്ലവരിലൂടെ
നമ്മളിൽ ഓരോരുത്തരിലൂടെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വിശുദ്ധമായ കലാമിനെ നിലനിർത്തിയിരിക്കുകയാണ്. അതിന്റെ പഠനങ്ങൾ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ അതിന്റെ പാരായണവും മധുരവും ഇന്നും അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ള കാര്യം വഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ഖുർആനിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ ഒരു പ്രഖ്യാപനത്തിൽ, ആ ഒരു വാഗ്ദാനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉൾപ്പെടുവാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ ഓതുന്നവരാകണം, ഖുർആൻ പഠിക്കുന്നവരാകണം, ഖുർആനിനെ പ്രചരിപ്പിക്കുന്നവരാവണം, ഖുർആനിനെ സ്നേഹിക്കുന്നവരാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, അലാ സതകൂനു ഫിത്ന, ലോകത്ത് നിരവധി കുഴപ്പങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. വിശ്വാസത്തിൽ നിന്ന് ഭ്രംശമുണ്ടാകും ജനങ്ങൾക്കിടയിൽ. നേരായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി അതിന്റെ പിറകിൽ ആളുകൾ കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകും, രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടങ്ങൾ ഉണ്ടാകും, സമ്പത്ത് വർദ്ധിച്ച് മുതലാളിത്തം രൂപപ്പെടും. അവരുടെ സ്വഭാവങ്ങളിലും അവരുടെ പെരുമാറ്റങ്ങളിലുമൊക്കെ അതിന്റെ ധാർഷ്ട്യം നിലനിൽക്കും. സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾ വല്ലാതെ വളർന്നു വന്ന് ആളുകൾക്കിടയിൽ ഭിന്നതയും ഛിദ്രതയും ഒക്കെ വല്ലാതെ ശക്തിപ്പെടുന്ന നിരവധിയായ കുഴപ്പങ്ങൾ ലോകത്തുണ്ടാകാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും സ്വഹാബികൾക്ക് അറിയേണ്ട കാര്യം എന്തായിരിക്കും? ഇപ്പൊ നമുക്കും അറിയേണ്ട കാര്യമാണ്, ആ കുഴപ്പത്തിൽ നിന്ന് രക്ഷാമാർഗം വല്ലതുമുണ്ടോ? മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, ആ കുഴപ്പങ്ങളിൽ നിന്നുള്ള മോചനമാർഗം ഏതാണ്? രക്ഷാമാർഗം ഏതാണ്? എക്സിറ്റ് ഏതാണ്? ഒറ്റ മറുപടിയാണ് അതിന് റസൂൽ പറയുന്നത്, കിതാബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, റബ്ബിന്റെ വചനങ്ങളുടെ സമാഹാരമാണ്. ഫീഹി നബഉ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ കഥകളും സംഭവങ്ങളും ഒക്കെ അതിലുണ്ട്. എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതിസന്ധികൾ വരുമ്പോ അതിനെ നേരിടേണ്ടത്, എങ്ങനെയാണ് ക്ഷമ കൈക്കൊള്ളേണ്ടത്, ഏതെല്ലാം തരത്തിലാണ് സമൂഹത്തിൽ ഉന്നതമായ പദവികളിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത്, ഒരു സമൂഹത്തിന്റെ വിചാരങ്ങളും ചിന്തകളും യാത്രകളും എങ്ങനെയായിരിക്കും, ഇങ്ങനെ തുടങ്ങിയ അനവധി നിരവധി സംഭവങ്ങളിലൂടെ, കഥകളിലൂടെ ആ ഖുർആൻ നിങ്ങൾക്ക് വഴി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നവരുടെ വർത്തമാനങ്ങളും അതിൽ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന കാലത്തെ ആ ഖുർആൻ ദീർഘദർശനം ചെയ്യുന്നുണ്ട്. വഹുക്കുമു മാ ബൈനകും, നിങ്ങൾക്കിടയിൽ ഏതെന്ത് വിഷയങ്ങൾ ഉണ്ടാവട്ടെ അതിനെല്ലാമുള്ള വിധികളും ആ ഗ്രന്ഥത്തിലുണ്ട്. വഹുവസ് സിറാത്തുൽ മുസ്തഖീം, ആ കിതാബുള്ളയാണ് നേരായ വഴി. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദിക്ർ എന്ന് പറയുന്നത്. വഹബലുല്ലാഹിൽ മതീൻ, അല്ലാഹുവിന്റെ ഉറച്ച പാശം ആ വിശുദ്ധമായ ഖുർആനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോക്കണേ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തിന് അവന്റെ അത്ഭുതങ്ങളെ, അവന്റെ അസ്തിത്വത്തെ, അവന്റെ കഴിവുകളെ, അവന്റെ സിഫാത്തുകളെ, അവന്റെ പ്രത്യേകതകളെ, റഹ്മാനായ റബ്ബ് ആരാധ്യനാകുന്നത് എങ്ങനെയാണ്, റബ്ബിന്റെ പ്രകീർത്തനങ്ങൾ എന്തെല്ലാമാണ്, അള്ളാഹുവിന്റെ വാഴ്ത്തലുകൾ ഏതെല്ലാം രൂപത്തിലാണ്, അത് പരിചയപ്പെടുത്തിയതും പറഞ്ഞതും ലോകത്തിലെ ഓരോ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചതും അള്ളാഹുവിന്റെ ഈ വിശുദ്ധമായ കലാമിലൂടെയാണ്, അത്ഭുതകരമായ ഈ തിരുവചനങ്ങളിലൂടെയാണ്. ഇന്നും ലോകത്ത് ഈ അത്ഭുതകരമായ പഠനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതെത്ര കൗതുകകരമായ കാര്യമാണ്. ഈ അടുത്ത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ മനോഹരമായ ഒരു പ്രബന്ധം ക്രിസ്റ്റീന നെൽസൺ എന്ന് പേരുള്ള ഒരു വനിത സമർപ്പിച്ചത് നമുക്ക് വായിക്കുവാൻ കഴിയും. അവരുടെ ആ പ്രബന്ധം ലോകത്തെ ഏറ്റവും ശ്രദ്ധാപൂർവം വായിക്കപ്പെട്ട ഒരു സമാഹാരമായിരുന്നു. അവരാ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്
വിശുദ്ധമായ ഖുർആനിന്റെ പാരായണത്തെ സംബന്ധിച്ചാണ് ദ ആർട്ട് ഓഫ് ദി റിസൈറ്റിംഗ് ഖുർആൻ എന്നായിരുന്നു ആ പ്രബന്ധത്തിന്റെ പേര്. ഖുർആനിന്റെ പാരായണത്തിലെ കല. മലയാളത്തിലും അങ്ങനെ പ്രബന്ധമല്ല, വിരചിതമായ എത്രയോ കാവ്യ സമാഹാരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. രാഘവൻ നായർ എന്നു പേരുള്ള രണ്ടാളുകൾ വിശുദ്ധ ഖുർആനിനെ മനോഹരമായ രൂപത്തിൽ കവിതയാക്കിയിട്ടുണ്ട്. അങ്ങനെ കവിതയാക്കാമോ അതാക്കാൻ പറ്റൂലേ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. പക്ഷേ രാഘവൻ നായർ, രണ്ടാളുടെ പേരും രാഘവൻ നായരാണ്. ഒരു രാഘവൻ നായർ എഴുതിയ കവിതാ സമാഹാരമാണ് അമൃതവാണി. മലയാളത്തിൽ അത് പാടിയും വായിച്ചും നിരവധി ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ അതിന്റെ പദാനുപദം അതിൽ എത്രത്തോളം കൃത്യതയുണ്ട് എന്നൊക്കെ ഉള്ളത് മറ്റൊരു ചർച്ചയാണ്. പക്ഷേ വിശ്വാസിയല്ലാത്ത ഒരാൾ വളരെ മനോഹരമായി ആ ഖുർആൻ ശ്രദ്ധാപൂർവം കാവ്യരൂപത്തിലേക്ക് മാറ്റിയത് ഖുർആനിന്റെ ഒരു മുഅ്ജിസായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുക. അദ്ദേഹം മാത്രമല്ല, മറ്റൊരു രാഘവൻ നായർ, അദ്ദേഹം എഴുതിയ കവിതയുടെ പേര് ദിവ്യദീപ്തി എന്നുള്ളതാണ്. ഈ ദിവ്യദീപ്തി വലിയ ഗ്രന്ഥാണ്, സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ഖുർആനിലേക്ക് ശ്രദ്ധ എനിക്കുണ്ടാവാനുള്ള കാരണം, പഴയ കാലത്ത് ആകാശവാണിയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഖുർആൻ പാരായണം ചെയ്യും ആരെങ്കിലും. അപ്പൊ ഞാനത് ശ്രദ്ധാപൂർവം കേൾക്കും. പലപ്പോഴും ആ ഒരു പാരായണത്തിന്റെ കൗതുകത്തിൽ ഞാൻ ഇങ്ങനെ ലയിച്ചിരിക്കും. എനിക്കറിയില്ലല്ലോ അറബി ഭാഷ, എന്താണ് ഇതിൽ പറയുന്നത്, അതറിയാൻ പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇംഗ്ലീഷിൽ അത് പരിഭാഷപ്പെടുത്തിയ അല്ലാമ യൂസുഫ് അലിയുടെ ഖുർആൻ വ്യാഖ്യാനം ഞാൻ വായിച്ചു. എനിക്കതിലെ കൗതുകകരമായ കാര്യങ്ങൾ വളരെ ഹൃദ്യമായി തോന്നി. ഞാൻ ആ ഖുർആൻ പരിഭാഷപ്പെടുത്തി. അതാണ് ഈ പറയുന്ന മനോഹരമായ കാവ്യസമാഹാരം. ഞാൻ സൂചിപ്പിച്ച ഈ സഹോദരി, അവർ സമർപ്പിച്ച ആ പ്രബന്ധം തയ്യാറാക്കുവാൻ അവർ 2 വർഷം ഈജിപ്തിൽ പോയി പഠനം നടത്തി. എന്നിട്ട് അവർ പറയുന്ന കാര്യം, ഞാൻ എല്ലാ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും ഗവേഷണങ്ങൾ നടത്തി. അതിനൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആനിനുള്ളത്. ഖുർആൻ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത് പ്രധാനമായും അതിന്റെ പാരായണ ശൈലിയിലൂടെയാണ് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ വല്ലാതെ കവിതകൾ പാടി ആസ്വദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ കവിതകളിലൂടെ ജനങ്ങൾക്കിടയിൽ ഒരാത്മബന്ധം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനു പകരമായി കവിതയല്ലാത്ത, ഗദ്യമല്ലാത്ത ഈ ഖുർആൻ അവർക്കിടയിൽ അവതീർണമാകാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ആശയങ്ങൾ അവർ ഉൾക്കൊള്ളുന്നതിന്റെ അപ്പുറത്ത് സാഹിത്യത്തിന്റെ ഉന്നതമായ രൂപഭാവങ്ങൾ സ്വീകരിച്ച ഈ ഖുർആനിന്റെ ആ ശൈലിയിലും അതിന്റെ പാരായണത്തിലും അവർക്ക് ഖുർആനിനോട് വലിയ അടുപ്പമുണ്ടായി എന്ന് മാത്രമല്ല, ഈ ഭാഷ ഒരു തരത്തിലും പരിചയമില്ലാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്കിടയിലേക്ക് ഈ സ്വഹാബത്തുൽ കിറാം ഈ ദീനുമായി പോകുമ്പോ അവരെ എല്ലാവരെയും ഈ ദീനിലേക്ക് ആകർഷിച്ചു നിർത്തിയത് അള്ളാഹുവിന്റെ കലാം മധുര മനോഹരമായി അവർ പാരായണം ചെയ്തുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രബന്ധത്തിൽ പറയുന്ന കാര്യം, ഖുർആനിന്റെ ഈ പാരായണത്തിന്റെ മധുരിമയാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ വ്യത്യസ്ത സംസ്കാരങ്ങളും ഭംഗിയായ ചിട്ടകളും രൂപപ്പെടുത്തിയത് എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തയിലേക്ക് ഇങ്ങനെ അതിന്റെ ആലോചനകൾ വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളുവാൻ കഴിയും. നമ്മളുടെ നാട്ടിൽ ഇസ്ലാമികമായ 2 മിനിറ്റ് കഴിഞ്ഞു ഇസ്ലാമികമായ ഒരു സംസ്കാരമോ രീതിയോ ഇസ്ലാമികമായ ചിട്ടയോ കൈവന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ മദ്രസകളിൽ നിന്ന് നമ്മൾ ചെറുപ്പം മുതലേ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്നോടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, സത്യത്തിൽ ഈ ഖുർആനുമായിട്ടുള്ള അടുപ്പം നമുക്ക് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? ഗൗരവത്തിലുള്ള ഒരു ചർച്ചയും ചിന്തയുമാണത്. വളരെ ശക്തമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ സ്ഥലങ്ങളിലും മദ്രസകളുണ്ട്. ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നതിനേക്കാൾ അടുത്ത്
മദ്രസയിലേക്ക് പോകാൻ കഴിയും. മദ്രസയുടെ എണ്ണവും സ്കൂളുകളുടെ എണ്ണവും താരതമ്യം ചെയ്താൽ മദ്രസയുടെ എണ്ണത്തിൻ്റെ പകുതി നമ്മളുടെ സംസ്ഥാനത്താകമാനം സ്കൂളുകളുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ചിലപ്പോൾ ഒരു പഞ്ചായത്തിലായിരിക്കും, ഒരു ഗ്രാമത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലൊക്കെ ആയിരിക്കും ഹയർ സെക്കൻഡറി സ്കൂള്, ഹൈസ്കൂള്, UP സ്കൂളൊക്കെ ഉണ്ടാവുക. മദ്രസ അങ്ങനെയാണോ? നമ്മളുടെ വീട്ടിൽ നിന്ന് ചില ആളുകൾക്ക് 5 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് ഒക്കെ നടന്നു പോകാൻ കഴിയുന്ന രൂപത്തിൽ. പക്ഷേ വളരെ വേദനാജനകമായ ഒരു കാര്യം, മദ്രസകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ അർത്ഥത്തിലുള്ള ആരാധനാരൂപങ്ങൾ, ചിട്ടകൾ, ദീനിന്റെ അടയാളങ്ങൾ ഇത് പഠിക്കാനും ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനുമുള്ള ഒരു പരിശീലന കേന്ദ്രമാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ പഠിച്ചാണ്, ഖുർആൻ ഓതി പഠിച്ചാണ്, ഖുർആൻ പഠിക്കാനുള്ള അക്ഷരങ്ങൾ എഴുതി പഠിച്ചാണ് നമ്മൾ അവിടുത്തെ പഠനം തന്നെ ആരംഭിക്കാറുള്ളത്. ദൗർഭാഗ്യവശാൽ ആ മദ്രസയിലേക്കുള്ള യാത്ര, മദ്രസയിലേക്കുള്ള ആ ഒരു പ്രയാണം പതുക്കെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നില്ലേ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആലോചിക്കണം. ഇവിടെ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, നിങ്ങളൊക്കെ പഠിക്കുന്നവരാണ്. ഇനി മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ളവരാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഗൗരവത്തോടെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ എന്തേ മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ, മദ്രസയിലേക്ക് പോകാൻ അവർ മടിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ കുറച്ച് പിറകിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായ ആലോചനയ്ക്ക് വിധേയമാക്കണം. നമ്മൾ പറയും ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാൽ അവിടെ മദ്രസയുണ്ട്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ അല്ലെങ്കിൽ ഓൺലൈനായി പഠിപ്പിക്കപ്പെടുന്ന മദ്രസകളിൽ അത് പഠിക്കാൻ ആവശ്യമായ സൗകര്യമുണ്ട്. ഇതിലൂടെ നഷ്ടപ്പെടുന്ന ജീവിതത്തിന്റെ ചിട്ടയും അള്ളാഹുവിലേക്ക് എത്തുവാനുള്ള വഴികളും വളരെ പരിതാപകരമാണ്. അതിലൂടെയുള്ള നഷ്ടം പിന്നീട് നികത്താൻ ജീവിതത്തിലുള്ള മുഴുവൻ കാലത്തെ പരിശ്രമം കൊണ്ടും സാധ്യമാകാത്ത ഒരവസ്ഥ വരാൻ വേണ്ടി പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ള കാര്യം, അള്ളാഹുവിന്റെ ഈ കലാമിനോട് നമുക്കുള്ള ഇഷ്ടം, നമുക്കുള്ള പ്രിയം, നമുക്കതിനോടുള്ള അടുപ്പം വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ള ഒരു വിചാരം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാണ് എന്ന് ചോദിച്ചാൽ നമുക്കതിന് രണ്ടാമത്തെ ഒരു മറുപടിയില്ല. എന്താ നമ്മുടെ മറുപടി? എനിക്ക് ഏറ്റവും ഇഷ്ടം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് എന്നുള്ളതല്ലേ നമ്മളുടെയൊക്കെ ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടം നബിയോട്. ഇവിടെ ഇപ്പോൾ നേരത്തെ ഇവിടെ പാട്ടിങ്ങനെ പാടുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആദരണീയരായ സയ്യിദുമാരെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നബിയോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് വലിയ പദവി നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹിനെ ജീവിതകാലത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവിടുത്തെ അഹ്ലുബൈത്തായ പേരക്കിടാങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾ കാണിക്കുന്നത് എന്ന് നമ്മൾ മറുപടി പറയാറുണ്ട്. ലോകത്തൊരാൾക്കും അള്ളാഹു നൽകാത്ത രൂപത്തിൽ ഒരു പരമ്പരയും മുറിഞ്ഞു പോകാതെ ഈ സാദാത്യങ്ങൾ, ഈ സയ്യിദുമാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് നമുക്കിടയിൽ നിലനിൽക്കുമ്പോൾ റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അവരെ വല്ലാതെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഓരോ കാര്യങ്ങളോടും നമ്മൾ സ്നേഹിക്കും. നമുക്കതിലുള്ള വലിയ പ്രതീക്ഷ എന്താ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹിന്റെ റസൂൽ നമുക്ക് ശഫാഅത്ത് ചെയ്യും, ഖബറിൽ ശഫാഅത്ത് ചെയ്യും, മഹ്ശറിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ശുപാർശ ചെയ്യും. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകാലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കെതിരായിട്ട് സംസാരിക്കും. നമ്മളുടെ വായകൾ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് രക്ഷകനായി വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഓരോരുത്തരുടെയും വഴികാട്ടി മുഹമ്മദുർ റസൂലാണല്ലോ.
അനസ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നബിയേ, ആഖിറത്തിലെത്തിയാൽ, പരലോകത്തെത്തിയാൽ കോടാനക്കോടി ജനങ്ങൾക്കിടയിൽ അങ്ങനെ തിരിച്ചറിയുമോ? ഓർമ്മ വെച്ച കാലം മുതൽ അങ്ങയോടൊപ്പമുള്ള എന്നെ ആഖിറത്തിലെത്തിയാൽ അങ്ങ് തിരിച്ചറിയുമോ? തീർച്ചയായും മനസ്സേ, നിന്നെ ഞാൻ കണ്ടെത്തുന്നതാണ്, നിന്നെ ഞാൻ തിരിച്ചറിയുന്നതാണ്. എവിടെയാണ് നബിയെ അങ്ങയെ ഞാൻ തേടേണ്ടത്? അനസ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് മറുപടി പറയുകയാണ്, എന്നെ നീ അന്വേഷിക്കേണ്ടത് ഇൻദൽ ഹൗദുൽ കൗസറിന്റെ സമീപത്താണ്. നബിയെ, അവിടെ അന്വേഷിച്ച് അങ്ങയെ ഞാൻ കണ്ടില്ലെങ്കിലോ പിന്നെ നീ എന്നെ തേടേണ്ടത് ഇൻദൽ മീസാൻ, നന്മയും തിന്മയും തൂക്കുന്നിടത്താണ്. എന്നോട് സ്നേഹമുണ്ടായിരുന്ന, എനിക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരാളുടെ നന്മ തിന്മ തൂക്കുമ്പോ അതിൽ നന്മ കുറഞ്ഞു പോയാൽ അവർക്ക് ശുപാർശ ചെയ്യാൻ ഞാൻ മീസാനിന്റെ സമീപത്ത് നിൽക്കുന്നതാണ്. അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ ഫതുലുബ്നി ഇൻദ സിറാത്ത്, സിറാത്ത് പാലത്തിന്റെ സമീപത്ത് എന്നെ നീ അന്വേഷിച്ചോ. ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നമുക്കവിടെ അന്വേഷിക്കാൻ ഹബീബായ റസൂൽ ഉണ്ടാകും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ ശഫാഅത്ത് നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്തിനാണത് പറഞ്ഞതെന്നറിയോ? അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ മഹ്ശറിൽ വെച്ച് ഒരു വിഭാഗം ആളുകൾക്കെതിരായി വിരൽ ചൂണ്ടും. ഇവൻ എന്നോട് ഈ ക്രൂരത ചെയ്തയാളാണ്. എന്റെ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും ഒരാള് മുത്തു റസൂൽ എനിക്കെതിരായി വിരൽ ചൂണ്ടിക്കൊള്ളട്ടെ എന്ന് പറയാൻ തയ്യാറാവുകയില്ല. നമ്മൾ ആരും തയ്യാറാവുകയില്ല. ഈ മജ്‌ലിസിലിരിക്കുന്ന നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുകയില്ല. ആഗ്രഹിക്കാതിരുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അത് സംഭവിക്കാതിരിക്കാനുള്ള പ്രയത്നം നമ്മൾ നടത്തേണ്ടതല്ലേ? എന്താണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പറയുന്ന കാര്യം? വഖാലർ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പറയുന്നതായി ഖുർആൻ ഉദ്ധരിക്കുകയാണ്. എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവായ അല്ലാഹുവേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എൻ്റെ ഈ ആളുകൾ ഉണ്ടല്ലോ, എൻ്റെ ഈ സമൂഹമുണ്ടല്ലോ, അവർ വിശുദ്ധമായ ഖുർആനിനെ ഹജ്ർ ചെയ്തവരാണല്ലാ, ഉപേക്ഷിച്ചവരാണല്ലാ, ഒഴിവാക്കിയവരാണല്ലാ. ചിന്തിക്കൂ, നാളെ മഹ്ശറിൽ വെച്ച് മുത്ത് റസൂൽ എന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ പോകുമ്പോ ഈ ഖുർആനുമായി നമുക്ക് ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ ഖുർആനിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ ഖുർആനിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ, നമ്മുടെ കഴിവിനും നമ്മുടെ പരിധിക്കും നമ്മളുടെ എല്ലാ ശ്രമങ്ങൾക്കും അള്ളാഹുവിൻ്റെ കലാം ഒരു മാർഗമായിട്ടില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്കെതിരായി നാളെ വിരൽ ചൂണ്ടുമോ? ആ ദൗർഭാഗ്യവാന്മാരിൽ നമ്മൾ പെടേണ്ടി വരുമോ എന്ന് വളരെ ഗൗരവത്തോടെ ഈ സദസ്സിൽ വെച്ച് നമ്മൾ ചിന്തിക്കണം. മഹാന്മാരായ ഉലമാ എങ്ങനെയാണ് ഈ വിശുദ്ധ ഖുർആൻ ഹജ്ർ ചെയ്യുക എന്ന് വളരെ ശക്തമായ രൂപത്തിൽ നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഹജ്റുൽ ഇസ്തിമാ ആണ്, രണ്ടാമത്തേത് ഹജ്റുൽ ഇൻസാത്താണ്, മൂന്നാമത്തേത് ഹജ്റുൽ തിലാവയാണ്. അല്ലാഹു ഈ ഒരു ദൗർഭാഗ്യവാന്മാരിൽ, ഏഴ് ദൗർഭാഗ്യവാന്മാരിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിരായി വിരൽ ചൂണ്ടുന്ന ദൗർഭാഗ്യവാന്മാരിൽ പെടാതെ നമ്മളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ വന്ന ആ കൂട്ടുകാരനോട് ഒരു അല്പസമയം ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തടസ്സം വേണ്ട എന്നുള്ള നിലക്കാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം എവിടെ, നേരത്തെ വന്ന ആളെവിടെ? അപ്പം നല്ല ഒരു സ്വതക്ക ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഇവരൊരു ട്രസ്റ്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ബാപ്പു തങ്ങൾ അവറുകളുടെ പേരിൽ ഉണ്ടാക്കിയിട്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ ഭൗതികമായ അവരുടെ പേരിനോ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ടല്ല ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അവർ സൗകര്യങ്ങൾ കണ്ടെത്തുന്നത്.
ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർലി തങ്ങളുമായിട്ട് എനിക്ക് ദീർഘകാലത്ത് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, 12 കൊല്ലം ദാറുൽ ഞങ്ങൾ ഒന്നിച്ച് വളരെ അടുത്ത കൂട്ടുകാരായി പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഉമ്മയുമായിട്ട്, തങ്ങളുടെ വീട്ടുകാരുമായിട്ട്, സഹോദരന്മാരുമായിട്ടൊക്കെ വളരെ അടുപ്പവും ബന്ധമുള്ള ആളുകളാണ്. അപ്പം ഞാൻ എപ്പോഴും ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ പ്രസംഗിക്കാൻ വലിയ താല്പര്യമുള്ള ഒരാളാണ്. ചെറുപ്പത്തിൽ ദാറുൽ പഠിക്കുന്ന കാലത്ത്, ഈ കുട്ടികളുടെയൊക്കെ പ്രായമുള്ള കാലത്ത് തന്നെ ഞാനിങ്ങനെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വാള് പറയും, പ്രസംഗിക്കും. അപ്പോൾ തങ്ങൾ എന്നോട് പറയും, നിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ കൊണ്ടുപോയിട്ട് വാള് പറയിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2000 വർഷം മുതൽ വാള് പറയാറുണ്ട്. ഞാൻ പല ഭാഗങ്ങളിലും വാള് പറഞ്ഞു, പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹുദവികളായി ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഞാൻ തങ്ങളെ കളിയാക്കാറുണ്ട്. ഞാൻ പല നാട്ടിലും പോയി പ്രസംഗിച്ചിട്ടും തങ്ങളുടെ കടുങ്ങപുരത്ത് വന്ന് പ്രസംഗിക്കാൻ എനിക്ക് ഇതുവരെ അവസരം ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങനെ പിൽക്കാലത്ത് മഹാനായ തങ്ങളുടെ ഉപ്പ സയ്യിദ് മർഹൂം ബാപ്പു തങ്ങളുടെ ആ ഒരു ആണ്ടിങ്ങനെ അവർ നടത്തുന്ന സമയത്ത്, ആണ്ടിങ്ങനെ നടത്തി അതിൻ്റെ പ്രധാന ഒന്നുകൂടെ വിപുലീകരിച്ചതിൻ്റെ ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ചതിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ സജീവമായ സമയത്ത് അതിലെന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2015, 16 അല്ലെങ്കിൽ 17 ആ ഒരു കാലത്തൊക്കെ ആയിരിക്കും, 17 അന്ന് ഇവിടെ വെച്ചിട്ടൊരു പരിപാടി, 17 അത്, തങ്ങൾ എന്നെ പരിപാടിക്ക് വേണ്ടി വിളിച്ചു. അങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് വാള് പറയുന്നതിൻ്റെ ഇടയിലാണ് അൽഹംദുലില്ലാഹ്, അതൊക്കെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യരായിരുന്നു എന്നതിൻ്റെ അടയാളാണ്. പാപ്പ അങ്ങ് മരണപ്പെട്ടു പോയി, ഒരു മഖ്ബറ ഇവിടെ ഉണ്ട്, ആളുകൾ വന്ന് സിയാറത്ത് ചെയ്യും, ആളുകൾ അവരെ മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് ചോദിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ ജനങ്ങൾക്കിടയിൽ ഭൗതികമായ രൂപത്തിൽ ഉപകാരങ്ങൾ ഉണ്ടാവുക, അതിന് ആ മഹാൻ കാരണക്കാരനാവുക, അതന്ന് ആ വാളിൽ വെച്ച് പ്രഖ്യാപിച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഏകദേശം ഒരു 10 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു, ഏകദേശം ഒരു ആംബുലൻസ് ചെറിയ രൂപത്തിൽ സംഘടിപ്പിച്ചു. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തങ്ങളോട് ചോദിച്ചു, ആംബുലൻസ് കൊണ്ടുള്ള ഗുണം എങ്ങനെയാണെന്ന്. ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്, ആംബുലൻസിൻ്റെ പരിപാടികൾക്ക് പോയാൽ പടച്ചോനെ ആംബുലൻസിന് പണിയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. പക്ഷെ കാര്യം നടക്കാറ് അങ്ങനെയല്ലല്ലോ. ആംബുലൻസ് എപ്പോഴും ലൈനിലായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, ആംബുലൻസിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ അത് വളരെ വേഗത്തിലാണ്, വളരെ കണിശമായി, വളരെ വേഗത്തിലും വളരെ അതിൻ്റെ ആ കുരുക്കിലൂടെയൊക്കെ പോകുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിക്കും ആംബുലൻസ് ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല, അത് ഏറ്റവും പഴയത് മതിയെന്ന്. ആരോഗ്യമുള്ള ആളുകൾ തന്നെ മര്യാദക്ക് ഒരു ആംബുലൻസിൽ പോയാൽ പിറ്റേ ദിവസം അവർക്ക് എന്തെങ്കിലും രോഗമാവുന്ന ഞാൻ ഈ അടുത്ത് ഒരു ആംബുലൻസിൽ പോയപ്പോൾ എനിക്ക് തോന്നിപ്പോയി. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ വേറൊരാളുടെ കൂടെ കയറിയിട്ട് പോയതാണ്. അവിടെ എത്തിയപ്പോഴേക്ക് എനിക്ക് തോന്നി എനിക്ക് വേറെ വല്ല പ്രയാസവും സംഭവിക്കുമെന്ന്, കാരണം അത്രയും വേഗത്തിലാണ്. അപ്പൊ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം, ഒരു രോഗിക്ക്, ഒരു അസുഖബാധിതനായ ഒരാൾക്ക്, സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ശ്രദ്ധയും ചിട്ടയും അല്ലേ നമ്മൾ വീട്ടിലും മറ്റുള്ളടത്തും കൊടുക്കേണ്ടത്. അപ്പൊ അയാളെ കൊണ്ടുപോണ വാഹനത്തിന് നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന വാഹനത്തെക്കാളും സൗകര്യവും അതിൽ സുഖവും വേണ്ടേ? ഈ വാഹനം എത്ര വേഗത്തിൽ പോകുന്ന സമയത്ത് ഒരു കുലുക്കമോ പ്രയാസമൊന്നുമില്ലാതെ, ചിലപ്പോൾ പെട്ടെന്ന് അള്ളാഹു കാക്കട്ടെ അറ്റാക്ക് വന്നിട്ടായിരിക്കും, ചിലപ്പോൾ ബോധം മറിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അപകടം വന്നിട്ട് രക്തം ഇങ്ങനെ ഒഴുകായിരിക്കും. ആ സമയത്ത് ആകെ കുലുക്കവും തെറിച്ചു വീഴുന്ന രൂപത്തിലുള്ള ആംബുലൻസും ആയിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്രയാസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആംബുലൻസ് ഇവർക്ക് മാറ്റണം എന്നുള്ളത് മുമ്പൊരിക്കൽ ഞാൻ ആ ഓഡിറ്റോറിയത്തിൻ്റെ സമീപത്ത് വാള് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം പൂക്കോയ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇത്ര നേരം പറഞ്ഞത് എന്തിനാണെന്നറിയോ? അപ്പം അത് എന്തിനു മാറ്റുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരാണത്. നമുക്കിടയിൽ രോഗിയായിരിക്കുന്ന ഒരാള്, അയാൾക്ക് ആ രോഗം കൂടുക എന്നുള്ളതല്ല, അയാൾക്കത് കുറഞ്ഞ് പ്രയാസരഹിതമായിട്ട് എത്താവുന്ന രൂപത്തിൽ ഇന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും സംവിധാനങ്ങളുള്ള, സജ്ജീകരണങ്ങളുള്ള, സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ആംബുലൻസ് ഈ പരിപാടിയോട് കൂടെ ഇൻഷാ അള്ളാഹ് അത് അവരുദ്ദേശിക്കുന്ന ആ സമയമാകുമ്പോൾ അതവർക്ക് പുറത്തിറക്കാൻ കഴിയണം. ഇനിയിപ്പോൾ ഈ വാളിൽ വന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് കൂടിയിട്ട് അതിനുവേണ്ടി സ്വതക്ക ചെയ്യണം എന്നല്ല പറയണത്, പക്ഷേ അതൊരു അജണ്ടയായിട്ട് വേണം. ഈ പ്രദേശത്തുള്ള എല്ലാവരും അതിൽ സഹകാരികളാവണം. ഇൻഷാ അള്ളാഹ് റഹ്മാനായ റബ്ബ് ബഹുമാനപ്പെട്ട ബാപ്പു തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു അവരുടെ മദദ് കൊണ്ട് അതിൻ്റെ ഒക്കെ സവാബിന്റെ ഒരു വലിയ ഭാഗം അവർക്കാണ് കിട്ടുന്നത്.
ആ സവാബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക്, ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക്, ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്ന ആളുകൾക്കൊക്കെ നൽകുകയാണ്. അതിനെ നിസ്സാരമായിട്ട് കാണരുത്. അത് നമ്മൾ വിജയിപ്പിക്കണം. അല്ലാഹുവേ, നീ അതിന് തൗഫീഖ് നൽകണേ റബ്ബേ, ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യാണ്. ഞാൻ പറഞ്ഞത് എന്താ, അള്ളാഹുവിന്റെ റസൂല് ഖുർആൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന വിഭാഗം അതാരാണ്? ഒന്ന്, ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനെ ഉപേക്ഷിക്കുന്ന ആളുകൾ. ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ആദ്യം ഖുർആൻ ഓതുകയാണോ കേൾക്കുകയാണോ ചെയ്തത്? ഞാൻ അങ്ങനെ ഖുർആൻ കേൾക്കണതിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ കേൾക്കുകയായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് ഈ കലാം ഓതി കേൾപ്പിക്കുകയായിരുന്നു. നോക്കണേ നിങ്ങൾ അതിന്റെ മഹത്വം. ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഇത് ലോകങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അവതീർണമായിരിക്കുന്ന വിശുദ്ധമായ വചനങ്ങളാണ്. ആരാണിതുമായി വന്നത്? നസല ബിഹിർ റൂഹുൽ അമീൻ. വിശ്വസ്ത ആത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ ഖുർആനുമായി ഇറങ്ങി വന്നിട്ടുള്ളത്. റസൂലുള്ളാഹിക്കട് നൽകിയതാവട്ടെ, ഹബീബായ നബി അത് കേട്ടതാവട്ടെ. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ആ ഹൃദയത്തിലേക്കാണ് അല്ലാഹുവിന്റെ ഈ കലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുത്തത്. റസൂൽ അത് കേൾക്കുമായിരുന്നു. മറ്റൊരു കാര്യം, ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ റസൂൽ അത് അങ്ങോട്ട് ഓതി കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണല്ലോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ അവസാന ദിവസങ്ങളിൽ ഒന്നിൽ പറയുന്നുണ്ട്, ഫാത്തിമ, എന്റെ അവസാന ഘട്ടമായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. എന്താണ് കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ വർഷവും ഒരു തവണ വിശുദ്ധ ഖുർആൻ എന്നിൽ നിന്ന് പൂർണ്ണമായും ഓതി കേൾക്കാറുണ്ട്. ഈ വർഷം ഈ റമളാനിൽ എന്നിൽ നിന്നത് 2 തവണ ഓതി കേട്ടിട്ടുണ്ട് ഫാത്തിമ. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമാക്കുവാൻ, അള്ളാഹു അത് അവതരിപ്പിച്ച രൂപത്തിൽ എനിക്ക് മനസ്സിലാക്കി തരുവാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നിൽ നിന്നത് ഓതി കേട്ടിട്ടുണ്ട്. എന്റെ മരണം അടുത്തതായി ഞാൻ അറിയുന്നുവെന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ. റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ കേൾക്കുമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹിയുടെ സ്വഹാബികളിൽ നിന്ന് റസൂലുള്ള ഖുർആൻ കേൾക്കുമായിരുന്നു. സ്വഹാബികളോട് പലരോടും റസൂൽ ഖുർആൻ ഓതാൻ വേണ്ടി പറയുമായിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, ഇഖ്റ അലയ്യാ, എനിക്ക് കുറച്ച് ഖുർആൻ ഓദിത്താ. റസൂലേ, അങ്ങേക്ക് ഞാൻ ഖുർആൻ ഓതി തരികയോ? വഅലൈക ഉൻസിൽ, അങ്ങയുടെ മേലിലല്ലയോ ഈ വചനങ്ങൾ അവതീർണമായത്. എന്നാലും മറ്റുള്ളവരിൽ നിന്നത് കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. റസൂലുള്ളാഹി തങ്ങൾക്ക് സൂറത്തുൻ നിസായിലെ വചനങ്ങൾ ഇങ്ങനെ ഓതി കൊടുക്കുമ്പോ മഹാനവറുകൾ പറയുകയാണ്, വഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നാളെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന റസൂലിന്റെ ആ വലിയ ഒരു സ്ഥാനാരോഹണമുണ്ടല്ലോ. സ്വഹജനങ്ങൾ മുഴുവൻ അവരുടെ നബിമാർക്കൊപ്പം വന്ന് ആ നബിമാർ മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടെന്ന് അള്ളാഹുവിനോട് പറയുമ്പോ ആ നബിമാരുടെ ദൗത്യം കൃത്യമാണെന്ന് സാക്ഷ്യം വഹിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അവരുടെ നേതാവായി കൊണ്ടുവരപ്പെടുന്ന രംഗം ഖുർആനിൽ പറയുന്ന ആ ഭാഗം റസൂലുള്ള ഇങ്ങനെ ഓതി കേൾക്കുമ്പോ, മതി അബ്ദുല്ലാ, ഇനി ഓതി കേട്ടാൽ എന്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിയോട് സംസാരിക്കുന്ന സംഭവം ഹദീസുകളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. റസൂൽ മറ്റുള്ളവരിൽ നിന്ന് ഓതി കേൾക്കുന്നത് വലിയ ഇഷ്ടമുള്ളയാളായിരുന്നു. ഓത്തുകാരെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നയാളായിരുന്നു. ഖിറാഅത്ത് ചെയ്യുന്നവരെ നന്നായി പ്രോത്സാഹിപ്പിക്കും. ഒരു ദിവസം മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വരാൻ പോവുകയാണ്.
അങ്ങനെ വരാൻ വിചാരിച്ച സമയത്തിൽ നിന്ന് കുറച്ച് വൈകിട്ടാണ് വരുന്നത്. ആയിഷ, നീ എവിടെയായിരുന്നു? നബിയെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പള്ളിയുടെ അകത്ത് നിന്ന് ഒരാൾ ഖുർആൻ ഓതുന്നത് കേട്ടു. എന്തൊരു മധുരമാണ് ആ ഖിറാഅത്തിന്. എങ്കിൽ ഞാൻ കൂടെ പോന്നതൊന്ന് കേട്ടുകൊള്ളട്ടെ. റസൂലുള്ളാഹി തങ്ങളും ബഹദിയായ ആയിഷ ബീവിയും ചെന്നു. ഒരല്പസമയം ആ ഖുർആൻ ഇങ്ങനെ കേട്ടു നിന്നു, ആ പാരായണം ഇങ്ങനെ കേട്ടു നിന്നു. എന്നിട്ട് റസൂൽ എന്നോട് പറയുകയാണ്, ആയിഷ, ഹാദാ സാലിം മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫയുടെ അടിമയായ സാലിമാണി ഖുർആൻ ഓതുന്നയാൾ. അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മിസ്ല ഹാദാ. ഇതുപോലെ ഭംഗിയായി ഖുർആൻ ഓതുന്ന ആളുകൾ എന്റെ ഉമ്മത്തിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ. ആ അല്ലാഹുവിനാകുന്നു സർവസ്തോത്രങ്ങളും. റസൂലിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ ഓതി കേട്ടത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഖുർആൻ ഓതുന്ന ഇടങ്ങളിൽ മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകൾ ഖുർആൻ ഓതുന്ന സ്ഥലങ്ങളിൽ ധാരാളമായി വന്നു നിൽക്കും. ഞാനിത് ഇത്രയധികം പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മൾ ഖുർആൻ ഓതി കേൾക്കുന്നവരാകണം. നമ്മൾ ഖുർആൻ ഓതി കേൾക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ ഖിറാഅത്തുകൾ കേൾക്കുന്നവരാകണം. മറ്റുള്ളവർ ഓതുന്നത് നമ്മൾ കേൾക്കുന്നവരാകണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വീടിന്റെ അകത്ത് ഭാര്യ ഖുർആൻ ഓതാറുണ്ടോ? ഉമ്മമാരെ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ? നമ്മളുടെ വീടുകളിൽ ഖുർആൻ ഓതണം, ഉമ്മമാരോദണം, ധാരാളം ഓതണം. നമ്മൾ ഓതിയിട്ട് നമ്മളുടെ പ്രിയപ്പെട്ടവരാ ഖുർആൻ കേൾക്കണം. നമ്മളുടെ മക്കൾ ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്ന ഇടങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഹദീസിൽ പറയുന്നത് എന്താണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മലക്കുകൾ അവിടെ വരുന്നതാ. ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മാ. നമ്മളുടെ വീടുകളിൽ ഇങ്ങനെ സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക. എല്ലാവരും ഫോണുകളിൽ സംഗീതം ആസ്വദിക്കുകയാണ്, ഗെയിം കളിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട മക്കളിരിക്കുകയാണ്. അവരതിൽ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ട് സമയം ചെലവഴിക്കുകയാണ്. കേൾക്കുന്നവരോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയോ? എന്നാൽ ഖുർആൻ ഓതുകയാണെങ്കിലോ, ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നത് പോലെ ഭൂമിയിലേക്ക് നോക്കിയാൽ ഈ ഭൂമിയിൽ പ്രകാശം ചൊരിയുന്ന 2 ഇടങ്ങൾ കാണാൻ കഴിയും. ഒന്ന് മസാജിദുല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗേഹങ്ങളാണ്. രണ്ടാമത്തേത് ഖുർആൻ ഓതുന്ന വീടുകളാണ്. നമ്മളുടെ വീടുകൾക്ക് എന്തേ അത്ര വലിയ സ്ഥാനം ആവശ്യമില്ലേ? ഓതാൻ തയ്യാറാകൂ, പാരായണം ചെയ്ത് കേൾപ്പിക്കാൻ തയ്യാറാകൂ. അവിടെ ശാന്തതയെ അല്ലാഹു വർഷിപ്പിക്കുന്നതാണ്. അവിടെ കാരുണ്യത്തെ അല്ലാഹു നിറക്കുന്നതാണ്. വഗശിയതുഹുമുർ റഹ്മാ, കരുണ അവരെ പൊതിയുന്നതാണ്. വനസലത് അലൈഹിമുസ് സകീന, അല്ലാഹു റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ ഇങ്ങനെ പൊതിയുന്നതാണ്. അല്ലാഹു തമ്പുരാനി ഖുർആൻ ഓതുന്ന ആളുകളെ ഇങ്ങനെ നോക്കും. ആരാണ് ഓതുന്നത്? അപ്പൊ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഏത് സമയത്താ ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? നമ്മളിങ്ങനെ ചിന്തിക്കും, ഇപ്പൊ നമ്മളൊന്നും ഖുർആൻ ഓതുന്ന സമയമല്ലല്ലോ. ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം, ഖുർആൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് ഈ ഖുർആൻ ഇസ്തിമാ ചെയ്യൽ കേൾക്കലാണെങ്കിൽ, മറ്റൊന്ന് ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളതിനെ ഒഴിവാക്കലാണ്. ഖുർആൻ ഓതുന്നതിനെ ഒഴിവാക്കുക. ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയതാ സുബ്ഹിയുടെ സമയമാണ്. സുബ്ഹിയുടെ സമയം എന്ന് പറഞ്ഞാൽ ആ സുബ്ഹ് നിസ്കാരത്തെ സംബന്ധിച്ച് തന്നെ അല്ലാഹു തആല പറഞ്ഞത് ഖുർആൻ എന്നാണ്. സുബ്ഹ് നിസ്കാരത്തെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഖുർആൻ അല്ലേ? അഖിമിസ് സ്വലാത്ത ലിദുലൂകിശ് ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അഖിമിസ് സ്വലാത്ത, നബിയെ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. സൂര്യൻ ഇങ്ങനെ തെറ്റി അത് ഉച്ച തിരിയുന്ന സമയം മുതൽ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. ളുഹർ നിസ്കരിക്കണം, അസ്ർ നിസ്കരിക്കണം. ഇലാ ഗസഖിൽ ലൈൽ,
രാത്രി ഇരുട്ട് വരെ, ഇരുട്ട് ശക്തിപ്പെടുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കണം. മഗ്രിബ് നിസ്കരിക്കണം, ഇശാ നിസ്കരിക്കണം. പിന്നെ നിങ്ങൾ ഏത് നിസ്കാരവും നിലനിർത്തണം? വഖുർആനൽ ഫജ്ർ, പ്രഭാതത്തിൽ ഖുർആൻ ഓതുന്ന നിസ്കാരമുണ്ടല്ലോ, സുബ്ഹ് നിസ്കാരം, ആ നിസ്കാരത്തെയും നിങ്ങൾ നിലനിർത്തണം. സുബ്ഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ്, മനസ്സ് വളരെ ശൂന്യമാകുന്ന, ഫ്രീ ആകുന്ന ഒരു സമയമാണ്. 2 റക്അത്ത് നിസ്കാരമേ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളൂ. റസൂൽ ആ നിസ്കാരത്തിൽ നീട്ടി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ചില ദിവസങ്ങളിൽ 80 ആയത്തുകൾ, ചില റക്അത്തുകളിൽ 100 ആയത്തുകൾ സുബ്ഹ് സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പാരായണം ചെയ്യുമായിരുന്നു. എന്നിട്ട് പറയാണ്, ആ സമയത്തുള്ള ഖുർആൻ പാരായണം കഴിഞ്ഞ് നിസ്കാരത്തിലാവട്ടെ അല്ലാതെ രൂപത്തിലാവട്ടെ, ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദാ, മലക്കുകൾ സാക്ഷി നിൽക്കുന്ന, മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണത്. കാന മഷ്ഹൂദാ, അള്ളാഹുവിന്റെ മലക്കുകൾ സുബ്ഹിയുടെ സമയത്ത് ഒരു വിഭാഗം മലക്കുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഒന്ന് ഉറക്കെ സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകൾ ആകാശലോകത്തേക്ക്, റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോവുക അസറിന്റെ സമയത്താണ്. അസറിന്റെ സമയത്ത് വന്ന മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകൾ സുബ്ഹിയുടെ സമയത്താണ് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോവുക. ഈ അസറിന്റെ സമയത്ത് വന്ന മലക്കുകളും സുബ്ഹിയുടെ സമയത്ത് വന്ന മലക്കുകളും ഒരുമിച്ച് കൂടുന്ന മഷ്ഹൂദായിരിക്കുന്ന സന്ദർഭമാണ് ആ സമയം. ആ സമയത്ത് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഒരല്പസമയം ഖുർആൻ ഓതിയാൽ, ആ ഗ്രന്ഥവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ തുടർന്നാൽ, നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു സമാധാനം നൽകുക മാത്രമല്ല, ഈ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് മാത്രമല്ല, റബ്ബിന്റെ അടുക്കൽ ആ മലക്കുകൾ പോയി നിങ്ങളെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും നിങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഖുർആൻ ഓതുക എന്ന് മാത്രമല്ല, ഖുർആൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകണില്ല. ഖുർആൻ ഇൻസാത്ത് ചെയ്യാന്നാ പറഞ്ഞത്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. അൻസിതു എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയാ ഖുർആൻ ഇങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇസ്തിമായിലൂടെ തന്നെ ശ്രദ്ധ ഉണ്ടായി. പിന്നെ ഇൻസാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഖുർആനിൽ ഇങ്ങനെ ലയിക്കാൻ കഴിയണം, അതിനെ ചിന്തിക്കാൻ കഴിയണം, അത് ഹൃദയങ്ങളിൽ പരിവർത്തനങ്ങൾ വരുത്തുന്ന വചനങ്ങളായി സ്വീകരിക്കാൻ കഴിയണം. നമുക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഉള്ളവരുടെ സ്വഭാവം ഖുർആൻ പറയുന്നത് എന്താ? തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. ഖുർആൻ, അല്ലാഹുവിന്റെ ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ ചർമ്മങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകുന്നതാണ്. തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. പിന്നീട് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അല്ലാഹുവിലേക്കങ്ങ് വിധേയമാകുന്നതാണ്. അവരുടെ ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ കൊണ്ട് ശാന്തി നൽകുന്നതാണ്, സമാധാനം നൽകുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ചിന്തിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബലം ഈ ഖുർആനായിരുന്നു, ആശ്വാസം ഈ ഖുർആനായിരുന്നു. റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല തസ്ലിയത്ത് നൽകിയിരുന്നത്, ആശ്വാസം നൽകിയിരുന്നത്, സമാധാനം നൽകിയിരുന്നത് ഈ ഖുർആനിന്റെ വചനങ്ങൾ അവിടുത്തേക്ക് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ റസൂലുള്ളാഹി തങ്ങൾ ഓതിയ ഒരു രൂപമുണ്ട്. അത് ഓതുമ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറയുമായിരുന്നു. പലപ്പോഴും അവിടുന്ന് ശബ്ദം ഉയർത്തുമായിരുന്നു. ചിലപ്പോൾ കണ്ണീരൊഴുകിയിട്ട് അവിടുന്ന് സംസാരിക്കാൻ കഴിയാതെ ബോധരഹിതനായിട്ട് അവിടുന്ന് വീണു പോകുമായിരുന്നു. റസൂൽ ഖുർആനിൽ ലയിച്ചിരുന്നത് അങ്ങനെയാണ്.
സ്വഹാബികളാ ഖുർആനോത്ത് കണ്ടിട്ട് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നബി തിരുമേനി അത് ഓതിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ഓതുമ്പോ തസ്ബീഹിന്റെ ഭാഗം വന്നാൽ തസ്ബീഹ് ചൊല്ലുമായിരുന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സുബ്ഹാന റബ്ബിയൽ അഅലാ എന്ന് പറയുമായിരുന്നു. അതിലുള്ള ദുആകൾ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അതിൽ കാവൽ തേടേണ്ട വല്ലതും വന്നാൽ ഹബീബായ മുത്തു റസൂൽ അതിൽ നിന്ന് കാവൽ തേടുമായിരുന്നു. അങ്ങനെ ഖുർആനിന്റെ ആ മധുരമേറിയ രൂപം, അതിന്റെ ആ ശൈലി സ്വഹാബത്തുൽ കിറാമിന് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സ്വഹാബികളുടെയും പ്രത്യേകത ഖുർആൻ നന്നായിട്ട് ഓതുക എന്നുള്ളതാണ്. നിങ്ങൾ സ്വഹാബികളിൽ പരിചയമുള്ള ആളുകളെയൊക്കെ ഒന്ന് വെറുതെ എടുത്തൊന്ന് അവരുടെ ചരിത്രം നോക്കി. സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രത്യേകത എന്താ? ഖുർആൻ ഓത മാത്രമല്ല, കരഞ്ഞു ഖുർആൻ ഓതുക എന്നുള്ളതാണ്. അത് ആയിഷ ബീവി സാക്ഷ്യപ്പെടുത്തിയത് ചരിത്രം പറയുന്നില്ലേ? റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ വഫാത്താകുന്ന സമയത്ത്, വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് പള്ളിയിൽ പോകാൻ വയ്യ, ഇമാമത്ത് നിൽക്കാൻ വയ്യ മുത്തു റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആയിഷ ബീവിയോട് പറയാണ്, റസൂലിനോട് അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമ നിൽക്കാൻ പറ. ആയിഷ ബീവിയോടല്ല, പൊതുവിൽ പറയാണ്, മുർ അബൂബക്കർ, അബൂബക്കറിനോട് കൽപ്പിക്ക്, അബൂബക്കർ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ റളിയല്ലാഹു അൻഹു. അപ്പൊ തൊട്ടടുക്കൽ എന്നിട്ട് ആയിഷ ബീവി പറയാണ്, എന്റെ വാപ്പ വളരെ ദുർബല ഹൃദയനാണ്, ഖുർആൻ ഓതിയാൽ എന്റെ വാപ്പ കരഞ്ഞു പോകും. ഖുർആൻ ഓതുന്നത് കേൾക്കാൻ മഹാന്മാരായ റസൂലിന്റെ മാത്രമല്ല സ്വഹാബികൾ അത് പാരായണം ചെയ്യുമ്പോ ചുറ്റുപാടുകളിലും അത് കേൾക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുമായിരുന്നു. രാത്രിയിൽ അവർ പരസ്പരം കണ്ടിട്ട് പറയും, ഇന്ന് നമ്മൾ വന്നതാരും അറിയണ്ട, പിറ്റേ ദിവസം അവരാരും അറിയാതെ വരും ഈ ഖുർആൻ കേൾക്കാൻ. ഒടുവിൽ നാട്ടിൽ നിന്ന് വിട്ടുപോകേണ്ട സാഹചര്യം വരെ മക്കയിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിടേണ്ടി വന്നു. എന്ത് കാരണത്താല്? ഈ ഖുർആൻ ഓതുന്നത് കാരണത്താൽ. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയാൽ പലപ്പോഴും ബോധരഹിതനായിട്ട് വീഴും. ചിലപ്പോൾ ഖുത്ബ ഓതുകയായിരിക്കും. ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത് ഓതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഓരോ വചനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓതി എന്ന് മാത്രമല്ല, മുഅ്മിനേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ ഷഹീദാകുന്നത്, ശത്രുക്കൾ ബഹുമാനപ്പെട്ടവരെ വീട്ടിൽ കയറി വെട്ടുന്നത് മഹാനുഭാവൻ ഖുർആൻ ഓതുമ്പോഴായിരുന്നുവെന്ന് മാത്രമല്ല, ആ ഖുർആനിലേക്ക് മഹാനവറുകളുടെ രക്തം തെറിച്ച് വീണുവെന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇങ്ങനെ സ്വഹാബികൾ മുതൽ നമ്മൾ നല്ലവരെ പരിശോധിച്ചു നോക്കിയാൽ, ഉലമാഇനെ, സ്വാലിഹീങ്ങളെ, മഹാന്മാരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഈ ഖുർആനിൽ ലയിക്കുക, വെറുതെ എങ്ങനെ ഓതുക എന്നുള്ളതല്ല, ആ ഖുർആനിൽ അങ്ങ് ലയിക്കുക, അതിന്റെ മധുരത്തെ ആസ്വദിക്കുക. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് ഖുർആൻ ഓതുന്നവരാകണം. പലപ്പോഴും കുറേ ഭൗതിക മേഖലകളിലൊക്കെ പഠിച്ചു പോയ ആളുകൾ ചിലപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളോടൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉസ്താദേ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. എന്താ? പതുക്കെ പതുക്കെ ഇങ്ങനെ ഓതിയാൽ കുറച്ചൊക്കെ മുന്നോട്ട് പോകുന്നല്ലാതെ അത് വേഗത്തിൽ ഓതുക എന്നുള്ള ഒരു ശീലം ചെറുപ്പത്തിൽ വന്നിട്ടില്ല. വെറുതെ ഇരുന്നൊന്ന് ആലോചിക്കുക, നമ്മളൊക്കെ ഉസ്താദുമാരാണല്ലോ, നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു പരിഭവം പറയേണ്ടി വരുമോ? ഉമ്മമാര് കേൾക്കാറുണ്ടോ ഖുർആൻ അവരോതുന്നത്? ഉമ്മമാര് കേൾക്കാറുണ്ടോ? എന്നോടൊരു സഹോദരൻ നാൾ പറയണ്ടായി, അയാളുടെ മകള് ഹൈറേഞ്ചിലുള്ള ഒരു ഹോസ്റ്റലിൽ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയിട്ട് അവിടെ പഠിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള, പ്രത്യേകിച്ച് ഇടുക്കി ആ ഭാഗത്താണ് പഠിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയിലും ഇടുക്കിയിലും അവിടെയൊക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥരാണ് ഈ പെൺകുട്ടിയുടെ കൂടെ ഹോസ്റ്റലിലുള്ളത്. അവരൊക്കെ ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് ടൂർ വന്നു, സന്ദർശിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഇങ്ങനെ വീട്ടുകാരുമായിട്ട് ഈ വാപ്പ എന്നോട് പറയാണ്, സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഈ മകളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു തമാശ പറയുമല്ലോ, അങ്ങനെ തമാശ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇവളാണ് ഞങ്ങൾക്ക് ഈ ഖുർആൻ പഠിപ്പിച്ചു തന്നതെന്ന് പറഞ്ഞു, ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, അതെന്താ? അപ്പോൾ ഇയാളുടെ മകള് മദ്രസ 10ാം ക്ലാസ് പഠിച്ചിരുന്നു. ഇവൾ ഈ ഹോസ്റ്റലിൽ ചെന്ന സമയം മുതൽ മിക്ക രാത്രികളിലും ഇവളിത് പാരായണം ചെയ്യും. ഇതെന്താണെന്ന് അവളിങ്ങനെ ഓതും, ഇത് ഓതും, ഖുർആൻ ഓതും. അങ്ങനെ ഓതുമ്പോൾ ഇവർക്കിത് ആദ്യമൊക്കെ അലോസരം, പിന്നെ ഇത് ഇവർക്ക് കാരണം ഒരു കൗതുകമാണല്ലോ, അറബി ഭാഷയിൽ ഇങ്ങനെ മനോഹരമായ സ്വരത്തിൽ ഇങ്ങനെ ഓതുമ്പോൾ എങ്ങനെയാണ് ഇത് ഇവൾ പഠിച്ചെടുത്തത്, ഇതിലെന്താ പറയുന്നത്?
ധാരണകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടരെ കുറിച്ച്. ഇവള് കാരണത്താലാണത് മറിഞ്ഞു പോയത്, മാറിപ്പോയത്. മക്കള് ഖുർആൻ ഓതണം. നമ്മൾ അവർക്ക് ഖുർആൻ ഓതുവാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം. അവരേതു മേഖലയിൽ പോയാലും, ഏത് വഴിയിൽ അവർ പഠനം നടത്തുന്നവരാണെങ്കിലും അള്ളാഹുവിന്റെ കലാം അവരുടെ ലഹരിയാകണം. അതവരുടെ സമാധാനത്തിന്റെ ഹേതുവായിട്ട് കാണുവാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിനോട് കാണിച്ച ആ സ്നേഹവും ആദരവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചതിന്റെ അടയാളം കൂടിയാണ്. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർക്കിടയിൽ ആ ഖുർആൻ നിലനിൽക്കുന്നു എന്നുള്ളത്. അതിന്റെ വൈവിധ്യമാർന്ന രൂപങ്ങൾ നമുക്കിടയിൽ നിലനിൽക്കും. ആ ഖുർആൻ ഓതിയും കേട്ടും അത് മനഃപ്പാഠമാക്കിയും അത് പഠിച്ചും മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, നമ്മൾ ഒരു പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും, മനഃപ്പാഠമാക്കിയവരാവില്ല. ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളുടെ അറിവുകൾ മുഴുവൻ ആ ഖുർആനിനെ കേന്ദ്രീകരിച്ചാണ് നമ്മളുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മളുടെ മക്കൾക്ക് നമ്മൾ പ്രബോധം, നമ്മൾ ഇൽമ് പഠിപ്പിക്കുന്നത്. അതേത് കാര്യങ്ങളാണെങ്കിലും ഖുർആനിന്റെ ആ ഹൃദ്യമായ ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വിശുദ്ധ ഖുർആനിനെ തന്നെയാണ് നമ്മളുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നത്. അതൊരു അജണ്ടയായി, അതൊരു ശ്രദ്ധയായി. അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ദുനിയാവിൽ നിന്ന് നമ്മളൊക്കെ യാത്ര പറയാനുള്ളവരാണ്. അതിന്റെ സമയം എപ്പോഴാന്ന് നമുക്ക് അറിയാത്തതായിട്ടുള്ളൂ. അത് ഏത് സമയത്തും വരാം, എങ്ങനെയും വരാം, ഏത് രൂപത്തിലും വരാം, അല്ലേ? കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് ഫൽതഫത്തി الساق بالساق إلى ربك يومئذ المساق. റൂഹ് ജിബ്രീൽ ഇസ്രാഈൽ അലൈഹിസ്സലാം ആ ജീവനെ ഇങ്ങനെ പിടിച്ച് കാലിന്റെ പെരുവിരലിന്റെ അഗ്രത്തിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അത് തൊണ്ടക്കുഴിയിലെത്തുമ്പോ ഉറപ്പിച്ചു, ഞാൻ വേർപ്പെടുകയാണ്, ഇനി എനിക്ക് സമയമില്ല, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വളന്ന അന്നഹുൽ ഫിറാഖ്, കണങ്കാലുകൾ ഇങ്ങനെ പിണച്ചു. ഫൽതഫത്തി الساق بالساق, എന്താ രക്ഷ? ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ നാഥനിലേക്കാണ് അന്ന് മലക്കുകൾ നിന്റെ ആ റൂഹിനെ പിടിച്ചിട്ട് അങ്ങോട്ട് തെളിച്ചു കൊണ്ടുപോകുക. എന്താ ചോദിക്കണത്? എന്താ? വഖീല മൻ റാഖ്, ആശ്വാസം നൽകാൻ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് മന്ത്രിക്കാൻ, എന്നെ ഒന്ന് ഊതാൻ, എന്നെ ഒന്ന് തലോടാൻ, എന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ, എന്നെ ഒന്ന് സ്പർശിക്കാൻ. മരിക്കുക എന്നറിഞ്ഞാൽ സ്പർശിക്കാണോ ചെയ്യാ? ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. അല്ലാഹ് അടുത്തിങ്ങനെ ഉണ്ടാവും, മലക്കുകൾ അടുത്തുണ്ടാവും. നമ്മൾ അയാളിൽ കാണുന്നതിനേക്കാളും അള്ളാഹു ഇങ്ങനെ കാണും. അങ്ങനെ ഈ മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഇവന് രക്ഷയില്ലാത്തത് എന്താ? ഇങ്ങനെ റബ്ബിലേക്ക് പോകുമ്പോൾ ഇവന് രക്ഷയില്ലാത്തത് എന്താ? ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കസ്സബ വതവല്ലാ. ഇവൻ ഒരു കാര്യവും നന്മ ചെയ്തിരുന്നില്ല എന്നാ പറയണത്. ഇവൻ നിസ്കരിച്ചിരുന്നില്ല എന്നാ പറയണത്. ഇവൻ സത്യസന്ധത പാലിച്ചിരുന്നില്ല എന്നാ പറയണത്, അല്ലേ? ഇവൻ അള്ളാനെ കളവാക്കിയിട്ട് അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി എന്നാ പറയുന്നത്. അപ്പൊ ഇത് സാധ്യമാകാതിരിക്കാൻ നമ്മളുടെ കൺമുമ്പിലുള്ള ഒരു മാനദണ്ഡം എന്തായിരിക്കും? തർക്കല്ലല്ലോ അതില്. ഈ ഖുർആൻ ഓതുന്നവർക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവാൻ കഴിയോ? എന്നു രാവിലെ ഓതുന്നവര്, ഖുർആൻ ഓതുന്നതിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് അവരുടെ മരണം മോശാവൂലല്ലോ. അള്ളാന്റെ അടുപ്പോൽക്ക് ഉണ്ടാവൂലേ? അവർക്ക് കലിമ ചൊല്ലാൻ കഴിയില്ലേ? അവർ സൗഭാഗ്യവാന്മാരാവുകയില്ലേ? അല്ലാമ ഇക്ബാൽ മരിക്കാൻ പോണ സമയത്ത് ഇക്ബാലിനോട് ഇങ്ങനെ ചോദിക്കണ്ട, എന്താ നിങ്ങളെ വിഷമം എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാമ ഇക്ബാൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ലുത്ഫെ ഖുർആൻ, ലുത്ഫെ ഖുർആൻ സഹർ ബാഖീനമായി. എനിക്ക് ആ സഹറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത്
ആ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് അതിൽ ലയിച്ചിരിക്കുന്ന ആ ഒരു സംഗതികളൊക്കെ നഷ്ടപ്പെട്ടു പോകണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ദുഃഖം. അതായിരിക്കും നല്ലവരുടെ ദുഃഖം. ഖബറിലേക്ക് ഇങ്ങനെ കൊണ്ടുപോണതിൻ്റെ മുമ്പ് ആ വീട് ഖുർആൻ മുഖരിതമാകാറുണ്ട്. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ആ വീട് ഖുർആൻ. മരണം എന്ന് പറഞ്ഞാൽ, മരണത്തിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ അത് ഖുർആനിൻ്റെ ഓർമ്മ കൂടിയാണ്. മരിച്ചു പോയവരുടെ പേരിൽ നമ്മൾ ഓതുന്നത് എന്താ? ഈ പരിപാടി തുടങ്ങി ഇലാ ഹദ്റത്തി അല്ലേ, ആ മഹാന്റെ അടുക്കൽ ഞാൻ പോയി, നമ്മളൊക്കെ പോയി, ഇലാ ഹദ്റത്തി, അവരുടെ പേരിൽ ഓതുകയാണ്. മരിച്ച വീടുകളിൽ ഓതുകയാണ്. ആ മരിച്ചവനെ യാത്രയാക്കുമ്പോൾ എത്ര യാസീനുകൾ പറഞ്ഞേക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക, എത്ര യാസീൻ കൊടുത്തേക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ അത് ആരാവണം? മുഅ്മിനാകണം, ദീനുള്ള ആളാകണം. ഇയാള് ഖുർആൻ ഓതിയ ആളാണ് എങ്കിൽ ആ മനുഷ്യന്റെ ഖബറിലേക്ക് ആ ഖുർആൻ വരുന്നതാണ്. നല്ല നിറമുള്ള സുഗന്ധമുള്ള ഒരാൾ ആ മനുഷ്യന്റെ അടുക്കലേക്ക്, ഖബറിലേക്ക് വന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കും, ഈ മനുഷ്യൻ വന്നയാളോട് ചോദിക്കും, മൻ അന്താ, നീ ആരാണ്? വന്നയാള് മറുപടി പറയും, അമാ തഅരിഫുനി, എന്നെ മനസ്സിലായില്ലേ? അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക, രാത്രി ഉറക്കമൊഴിച്ച് നീ പാരായണം ചെയ്ത ഖുർആനാണ് ഞാനെന്ന് ആ മനുഷ്യൻ മറുപടി പറയുന്നതാണ്. വന്നയാള് പറയും, ഞാൻ ഖുർആനാണ്, അള്ളാഹു നിനക്ക് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് ഈ ഖബറിലേക്ക് എന്നെ പറഞ്ഞയച്ചതാണ്. മഹ്ശറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും ഖുർആൻ. ഖുർആനിന്റെ ചില സൂറകൾ, സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും ഇങ്ങനെ മഹ്ശറിന്റെ മുകളിലൂടെ അങ്ങനെ നടക്കുന്നുണ്ടാവും. കഅന്നഹുമാ ഗമാമത്താൻ, രണ്ട് മേഘക്കുടകൾ പോലെ. അങ്ങനെ ഓതിയ ആൾക്കാർക്ക് മഹ്ശറിൽ വെച്ച് തണല്. സ്വർഗത്തിൽ ചെന്നാലോ? അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അവസാനിക്കുമ്പോൾ നമുക്ക് അതല്ലേ ഓർമ്മിക്കാനുള്ളത്. സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗത്ത് കടത്താൻ വേണ്ടിയിട്ട് ഈ ഖുർആന് അള്ളഹാനോട് ഇങ്ങനെ പറയും, പടച്ചോനെ അയാൾക്ക് നീ സ്വർഗത്ത് പ്രവേശനം നൽകുക. ഖുർആൻ റമദാൻ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഖുർആൻ ശഫാഅത്ത് ചെയ്യും, പടച്ചോനെ അയാളെ നീ സ്വർഗത്തിൽ കടത്ത്. ഖുർആൻ സ്വർഗത്തിൽ കടത്തിയാലോ പിന്നെ ആ ഖുർആനാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വർഗത്തിലെ പദവി നിശ്ചയിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഖുർആന് പദവി നിശ്ചയിക്കും എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഹദീസാണ്. റസൂലുള്ളാഹി പറയാണ്, ഒരാള് ഖുർആൻ ഓതി, മൻ ഖറഅൽ ഖുർആൻ വഅമില ബിഹി, അയാൾ ഖുർആൻ അനുസരിച്ച് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. ഖുർആൻ ഓതി, ഖുർആൻ പഠിച്ചു, ഖുർആൻ വഅദ് പറഞ്ഞു, ഖുർആൻ മക്കളെ പഠിപ്പിച്ചു, അങ്ങനെ ആയി. ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ, മഹ്ശറിൽ വെച്ചിട്ട് അല്ലാഹു തആല ഒരു കിരീടം ധരിപ്പിക്കും മാതാപിതാക്കളെ. ഭൂമിയിൽ സൂര്യന്റെ വെളിച്ചം നിങ്ങൾ കാണാറുണ്ടല്ലോ, അതിനേക്കാൾ ശക്തമായ പ്രഭയുണ്ടാകും ആ കിരീടത്തിന്. അത് പറയാണ്, അങ്ങനെ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അത് ഓതിയ ആൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പദവി എത്രയായിരിക്കും? സ്വർഗത്തിൽ ഇങ്ങോട്ട് കടന്നാൽ അവനോട് പറയും, ഇഖ്റ, ഖുർആൻ ഓതിക്കോ. എന്നിട്ടോ ആ ഖുർആൻ ഓതിയിട്ട് നീ ഉയര്. നീ ഓതി ഓതി എവിടെയാണോ നിന്റെ ഖിറാഅത്തുൽ ഖുർആൻ അവസാനിപ്പിക്കുന്നത് അത്രയും ഉയരത്തിലായിരിക്കും നിന്റെ പദവി എന്ന് അല്ലാഹു സ്വർഗ്ഗക്കാരോട് പറയുമെന്ന് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾ പറഞ്ഞത് സ്വീകരിക്കട്ടെ. വാഴ മതിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അള്ളാഹ് ചെറിയൊരു ദുആയോട് കൂടെ പിരിയാണ്. അപ്പോൾ ആംബുലൻസിന്റെ ബഡ്ജറ്റ് എത്രയാണ് തങ്ങളെ? 8 ലക്ഷം വേണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും നാളെയും കൂടെ വാഴുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 6 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ആ ആംബുലൻസിന് കണക്കാക്കേണ്ടി വരും. പിന്നെ പഴയ ആംബുലൻസ് കൊടുത്താൽ അതിന് ചെറിയൊരു പൈസ കിട്ടുമല്ലോ. അതും കൂടെ കൂടിയിട്ട് നല്ല ഒരു ആംബുലൻസ് നമുക്കിവിടെ തയ്യാറാക്കാൻ കഴിയണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അപ്പം ഞാൻ ഈ മജ്ലിസിൽ വെച്ച് ചോദിക്കുകയാണ്. ഇപ്പം ഇവിടെ കുറേ ആളുകളൊന്നുമില്ല, ഒക്കെ മുതഅല്ലിമീങ്ങളാണ്, കുറേ മുതഅല്ലിമീങ്ങളാണ്. എന്നാലും കുറച്ച് സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് ആ ആംബുലൻസ് നമ്മൾ ഇറക്കുമ്പോൾ അത് നാളെ തന്നെ ഇറക്കുക എന്നുള്ളതല്ല. ഇൻഷാ അല്ലാഹ് എത്ര ഒരു 2-3 മാസത്തിനുള്ളത് 3 മാസത്തിനുള്ളത് ഇറക്കണം എന്നുള്ള തീരുമാനമാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ അത് ഇറക്കുമ്പോൾ
ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്നുകിലും മയ്യത്തിൻ്റെ കൂടെ രോഗികളുടെയൊക്കെ കൂടെ പോയവരുണ്ടാവില്ല. അപ്പം അത്രയും അനിവാര്യമായൊരു സംഗതിയാണ് ഇൻഷാ അല്ലാഹ്. ശരിക്കും പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ അങ്ങോട്ട് ഏറ്റെടുക്കേണ്ട ഒരു സംഗതിയാണ്. അതിനൊക്കെ കഴിവുള്ള ആളുകളൊക്കെ ഈ പ്രദേശങ്ങളിലുണ്ടാവും. അവരെയൊക്കെ നമ്മൾ കണ്ടെത്തണം, സമീപിക്കണം. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഇൻഷാ അല്ലാഹ് അതിങ്ങനെ റോഡിൽ ഇറങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പൂക്കോയത്തങ്ങൾ അങ്ങനെ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അല്ലാഹു തആല അത് നടത്തിക്കൊടുക്കും. ബഹുമാനപ്പെട്ടവരുടെ ഉപ്പയുടെ ആ ഒരു മദദ് ആ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അവരുടെ ഉമ്മയുടെ ദുആ ആ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നാട്ടുകാർക്ക്, സമൂഹത്തിന് ഒരു ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പൊ അതിന്റെ സഹായം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പൊ സഹോദരിമാരൊക്കെ ഇനിയും നാളെയൊക്കെ പറയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ദുആയോടുകൂടെ അവസാനിപ്പിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك من النعمة تمامها ومن العصمة دوامها ومن العافية حصولها. اللهم كن لنا ولا تكن علينا. اللهم اختم بالسعادة آجالنا وحقق بالزيادة آمالنا وقرم بالعافية غدونا وآصالنا واصبب سجال عفوك على ذنوبنا ومن علينا بإصلاح عيوبنا. ربنا لا تسلط علينا من لا يرحمنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, മണിക്കൂറുകളോളം ഞങ്ങളിവിടെ റസൂലുള്ളാന്റെ മദ്ഹ് കേട്ടു, ഞങ്ങൾ ദുആ ചെയ്തു, ഞങ്ങൾ ഖുർആനിന്റെ മദ്ഹ് പറഞ്ഞൊരു അല്പസമയം ഇവിടെ വഅള് പറഞ്ഞു. ഈ സദസ്സിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ചെറുതും വലുതുമായ പാപങ്ങളെ നീ മാപ്പാക്കി തരണേ അല്ലാഹുവേ. ഇനി ഒരു തെറ്റും ചെയ്യാതെ, കുറ്റവും ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ആദരണീയനായ ബാപ്പുത്തങ്ങളുടെ പരലോകത്തെ ദർജകളെ നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. ആ മഹാൻ വലിയ കറാമത്തുള്ളയാളായി, വലിയ മദദ് നൽകുന്ന ആളായി നീ കബൂലാക്കണേ അല്ലാ. റഹ്മാനെ, അവിടുത്തെ പ്രിയതമക്ക് നീ ദീർഘായുസിനെ കൊടുക്കണേ അല്ലാ. ഈ സാദാത്യങ്ങളുടെ ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ ശാരീരികമായ വിഷമങ്ങളെ നീ ദൂരീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ മക്കൾക്ക് ദീർഘകാലം ഈ നന്മക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അവരുടെ വാക്കിൽ, നോട്ടത്തിൽ, അവർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളിൽ, അവർ മന്ത്രിക്കുന്ന വിഷയങ്ങളിലൊക്കെ വലിയ പ്രതിഫലനം, വലിയ അസർ നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി റഹ്മാൻ. മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകി തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും നീ നൽകണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. കിഡ്നി രോഗം നൽകല്ല റബ്ബേ. അപകടങ്ങൾ നൽകല്ല നാഥ. വിഷം കൊണ്ടുള്ള പ്രയാസങ്ങൾ നൽകല്ല റബ്ബേ. ഇഴജന്തുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാ. പടച്ചവനെ, തീ കൊണ്ടുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളൊക്കെ നല്ല അവധിക്കാലം ആഘോഷിക്കുകയാണ്. കുളങ്ങളിലും കിണറുകളിലും പുഴകളിലും കടലിലുമൊക്കെ പോകുന്നവരാണ്. അല്ലാഹുവേ, വെള്ളം കൊണ്ടുള്ള അപകടങ്ങൾ നൽകല്ല റബ്ബേ. അല്ലാഹുവേ, നല്ല രുചികരമായ സമൃദ്ധമായ വെള്ളം കൊണ്ട് ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ മക്കളെ നീ രോഗികളാക്കല്ല തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മക്കളിലും പേരക്കിടാങ്ങളിലുമൊക്കെ മാനസികമായി, ശാരീരികമായി പലതരത്തിലുള്ള രോഗങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. നീ ശിഫയാക്കണേ അല്ലാ. കാവലേകണേ അല്ലാ. രക്ഷ നൽകണേ തമ്പുരാനെ. ഈ നാട്ടിൽ ഖബറുകളിൽ കിടക്കുന്ന എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഈ നാട്ടിലെ കൃഷികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന ഈ മുദരിസുമാര്, ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ ആഫിയത്ത് നൽകണേ അല്ലാ. തദ്രീസ്, തഅലീം, മൗഇദത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാ. ഈ മുതഅല്ലിമീങ്ങളുടെ ഇൽമിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ നല്ല ആലിമീങ്ങളാക്കണേ അല്ലാ.
ഈ 2 ദിവസത്തെ പരിപാടിയിലേക്ക് പണം നൽകിയവർ, ഭക്ഷണം നൽകിയവർ, സഹായങ്ങൾ നൽകിയവർ, അവരെ നീ കബൂലാക്കണേ അല്ലാ. ഈ സദസ്സൊരുക്കിയവർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. ലൈവ് ചെയ്യുന്നവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കിയ സഹോദരന്മാർക്ക് ഖൈർ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആദരണീയരായ പൂക്കോയ തങ്ങൾ, ഉമർലി തങ്ങൾ, അവരുടെ സഹോദരന്മാർ ദീർഘായുസ് കൊണ്ട്, ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ മക്കളിൽ ഖൈർ കൊടുക്കണേ അല്ലാ. വരുമാന മാർഗങ്ങളിൽ സന്തോഷം കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കിടയിലൊക്കെ ഉള്ള ഈ ബന്ധവും സ്നേഹവും ദീർഘകാലം നിലനിർത്തി സ്വർഗത്തിൽ അർശിന്റെ തണലിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ നേതൃത്വത്തിന് നീ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. അവസാന നിമിഷം കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. ഞങ്ങൾക്ക് അർശിന്റെ തണൽ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ ലിഖാ നാളെ സ്വർഗത്തിൽ നൽകണേ അല്ലാ. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് ഉറപ്പാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.